അതെ, ഈ പാസ്തയൊക്കെ നമ്മുടെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണല്ലേ? അതും ക്രീമി പാസ്തയാണെങ്കിലോ? അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ സവാള നമുക്ക് വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതി, ചെറുതാണെങ്കിൽ 4 എണ്ണം വേണം. ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ആവശ്യത്തിന് കാഷ്യൂനട്ട് നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കാവേ. ഞാൻ ആദ്യം ഇച്ചിരി പെരുംജീരകവും വെളുത്തുള്ളിയും നമ്മുടെ ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചോപ്പറിലിട്ട്. അപ്പോൾ അതൊന്ന് ചോപ്പ് ചെയ്ത ശേഷം അതിനകത്തോട്ട് ഞാൻ സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതല്ലാതെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതാണ് എളുപ്പത്തിലെന്ന് പറഞ്ഞത്. കുക്കറിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ വേണ്ടവർക്ക് ബട്ടർ ഇടാം, സൺഫ്ലവർ വേണ്ടവർക്ക് അത് ചേർക്കാം. പിന്നെ എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ക്യാപ്സിക്കം വേണേൽ ആഡ് ചെയ്യാം, ബീൻസ് വേണേൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അതേപോലെ തന്നെ 3-4 ടേബിൾ സ്പൂണോളം നമ്മുടെ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. അതിനുശേഷം നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തും വേണം ഇതിനകത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം, നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആകാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവും. നമ്മുടെ പാസ്ത ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 ഗ്ലാസ് പാസ്തയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഞാൻ 3 ഗ്ലാസോളം പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കണം. ഞാൻ നമ്മുടെ മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് അധികം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് കുക്കർ അടച്ചു വെച്ചിട്ട് കറക്റ്റ് 2 വിസിലാകുമ്പോഴത്തേനും നിർത്തണം കേട്ടോ. കറക്റ്റ് 2 വിസിലാകുമ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്രീം ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രീമൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരം നമ്മുടെ കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പാലിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ വറുത്തിട്ട് മിക്സ് ചെയ്യാം, ക്യാപ്സിക്കം ഇടാം, ബീൻസ് ഇടാം. നമ്മുടെ പിള്ളേർക്ക് എന്താണോ ഇഷ്ടം അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ പിള്ളേർ അറിയത്തില്ല, കാരണം അത് നന്നായിട്ട് മിക്സ് ആയിപ്പോയിക്കോളൂ ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതിനകത്തോട്ട് ഇനിയിപ്പം മല്ലിയില വേണേൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി, സ്കൂളിലൊക്കെ കൊടുത്തു വിട്ടാൽ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ മേളിൽ ചീസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും, ഇച്ചിരി റിച്ചായിട്ട് നമുക്ക് തോന്നും. എൻ്റെ ചെറിയ മോള് ഇതിനകത്തോട്ടൊരു ചീസിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടാണ് ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ. ബൈ.